ഹലോ, ഇന്ന് നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഐറ്റം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ 2 ഏത്തപ്പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ആവി കയറ്റി എടുത്തതിന് ശേഷം അതെല്ലാം ഒരു പൊളിച്ചൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നമുക്കൊരു കോർക്കോ സ്പൂണോ വെച്ച് നല്ലോണം ഉടച്ച് അതെടുക്കുക. കൈവച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കത് ഉടച്ചെടുക്കുക. ഉടച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് ബോളുകളാക്കാൻ വേണ്ടി നമ്മൾ അതിനകത്ത് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ ഇച്ചിരി നെയ്യ് തടകിയിട്ട് അത് നല്ലോണം ഒന്ന് മയപ്പെടുത്തി എടുക്കുക. എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കതിൽ നിന്ന് കുറേച്ചെടുത്ത് പൊടി ഉരുളകളാക്കി എടുക്കുക. ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതുപോലെ നമ്മൾ മാറ്റി ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ടെല്ലാം ഉരുട്ടി വെച്ചതിന് ശേഷം നമുക്ക് അത് ആവി കയറ്റാൻ വേണ്ടി വെച്ച് കൊടുക്കാം. ഒന്നേലൊന്നും ഒട്ടത്തതേ ഇല്ല, അതുപോലെ തന്നെ ഇരുന്നോളും. എന്നിട്ട് നമുക്ക് ആവി കയറ്റി എടുത്തതിന് ശേഷം ഒരു തവയിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ചതിന് ശേഷം അതെല്ലാം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കുക. ഒന്ന് കുറുകാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ റവ ഇട്ടിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര വേണേൽ പഞ്ചസാര ഇട്ട് കൊടുക്കുക, അതല്ലെങ്കിൽ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ച ഏത്തപ്പഴത്തിൻ്റെ അതും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നെയ്ക്കകത്ത് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയാണ് അതിലേക്ക് ഇട്ട് ഇരിക്കുന്നത്. അടിപൊളിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള നല്ല അടിപൊളി ഏത്തപ്പഴം വെച്ചുള്ള നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുത്ത് അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. പിന്നെ അവരുണ്ടാക്കി തരാനായിട്ട് പറയാം. അതേ രീതിയിൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.